ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ നല്ല റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കാം. പിന്നെ നമ്മൾ യൂട്യൂബിൽ 2K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ വീഡിയോസും കുറേ എഫേർട്സ് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതാണ് കേട്ടോ നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയാനുള്ളത്. അപ്പോൾ മടിക്കാണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഈവനിങ് മുതലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ ഈവനിങ് ടൈമാണ് ഞാൻ എപ്പോഴും ക്ലീനിങ്ങിന് ഇറങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് ഈവനിങ് വരെ ആ ഒരു ക്ലീൻ ചെയ്തത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കലും പിന്നെ അലക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ ഈവനിങ് ടൈമാണ് ഞാൻ ഈ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങാറുള്ളത്. ഞാൻ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ പിള്ളേർക്ക് ടി വിയിൽ എന്തെങ്കിലും കാർട്ടൂൺ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ക്ലീനിങ്ങിനൊക്കെ വരാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. അതിനിതിപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കലാണ്. ഞാൻ റൂമിൻ്റെ അകത്ത് തന്നെയാണ് ആറിയിടൽ. അപ്പോൾ ഇതുപോലെ വലിയ വിൻഡോ ഉള്ളതുകൊണ്ട് നല്ല വെയിലൊക്കെ വരും. പക്ഷെ എന്നാലും തണുപ്പായതുകൊണ്ട് ഇപ്പോൾ 2 ദിവസം പിടിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പിള്ളേർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഒരു കേക്ക് ഉണ്ടാക്കലാണ്. അപ്പോൾ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്ക്. ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നത് കേക്ക് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പേ ആണ് ഈ മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതുമാത്രമല്ല വേറെയും കുറേ കേക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ടക്കാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ 2 പോർഷനാക്കി മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കോക്കോ പൗഡറും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മാർബിൾ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തതിന്. അപ്പോൾ 2 മെത്തേഡിൽ ഈ മാർബിൾ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ കറക്റ്റ് ഉള്ളൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് മടി പിടിച്ചിട്ട് ഞാൻ ഇതുപോലെ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ മാർബിൾ കേക്കിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ കോക്കോ പൗഡർ മിക്സ് ചെയ്തത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളെ മാർബിൾ കേക്ക് നല്ല രീതിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഇതിങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെറിയ ടിന്നിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് നല്ല ഹൈറ്റിലുള്ള കേക്ക് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മളിപ്പോൾ ഇത് 2-3 ദിവസം വരെ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോലാണ്.
ചായയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയത്. അപ്പോൾ രാത്രി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2-3 ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതാ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ അരിയാലി ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുബൂസ്, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 വലിയ ഉള്ളിയാണ് എടുത്തിന്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 10 പച്ചമുളകെല്ലാം എടുത്തിന്. അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ചധികം തന്നെ മല്ലിച്ചപ്പും അതിൻ്റെ ഒരു പകുതിയായിട്ട് നമ്മൾ പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ജസ്റ്റ് ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 10 കാഷ്യൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു 3/4 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ച മിക്സ് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ചുരുങ്ങിയതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബട്ടറിലാണ് ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചിക്കനിലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. 2 വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇടയ്ക്ക് പിടിച്ചു പോകും. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ടൊന്ന് ചാർക്കോളിട്ടൊന്ന് പുകയിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കറിക്ക് ഒരു നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിൻ്റെ റെസിപ്പിയാണ്. പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തി, പൊറോട്ട, കുബൂസ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്.
നിങ്ങൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ഫ്രഷ് ക്രീം മുകളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പം നല്ലൊരു ലുക്ക് ഉണ്ടാകും കേട്ടോ. നമ്മൾ ഫോട്ടോൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു, ബൈ.